നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ്. വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും ബഹളം. അടിയന്തര പ്രമേയ നോട്ടീസ് ഇരുസഭകളും തള്ളി. സഭാ കവാടത്തിലും പ്രതിഷേധം. കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് CSI സഭ. പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് FIR. സിസ്റ്റർ പ്രീതി മേരി 1-ാം പ്രതി, സിസ്റ്റർ വന്ദന 2-ാം പ്രതി. കേരളത്തിൽ നിന്നുള്ള BJP സംഘം ഛത്തീസ്ഗഡിലേക്ക്. പാലോട് രവിയുടെ ഫോൺ സംഭാഷണം ചോർന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്വേഷിക്കും. ഗൂഢാലോചനയുൾപ്പെടെ അന്വേഷിക്കാൻ KPCC നിർദ്ദേശം. N ശക്തൻ തിരുവനന്തപുരം DCC പ്രസിഡന്റായി ചുമതലയേറ്റു. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് കോൺഗ്രസ് പിന്തുണയിൽ എന്ന വെളിപ്പെടുത്തലുമായി തൃശൂർ മുൻ DCC ജനറൽ സെക്രട്ടറി യതീന്ദ്രദാസ്. പരാമർശം പാലോട് രവിക്ക് പിന്തുണ അറിയിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ. മജര കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനും പോലീസ് നോട്ടീസ്. രേഖകളും ബാങ്ക് അക്കൗണ്ടുകളും വിവരങ്ങളും ഹാജരാക്കാൻ നിർദ്ദേശം. നടപടി ആക്ഷൻ ഹീറോ ബിജു സിനിമയുടെ 2-ാം ഭാഗത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് ഷംനാസ് നൽകിയ പരാതി. ധർമ്മസ്ഥലയിൽ കാണാതായവരുടെ പട്ടിക തയ്യാറാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. പട്ടിക തയ്യാറാക്കുക. 20 വർഷത്തിനുള്ളിൽ കാണാതായവരുടെ ദുരൂഹമരണങ്ങളുടെയും അജ്ഞാത മരണങ്ങളുടെയും കണക്കെടുക്കും. അന്വേഷണ സംഘത്തലവൻ പ്രണവ് മൊഹന്തി ധർമ്മസ്ഥലയിൽ. ബ്രെയിൽ ലിപി പുസ്തകങ്ങൾ ഇല്ലാത്തതിനാൽ പ്രതിസന്ധിയിലായി കാഴ്ചപരിമിതിയുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. പഠനത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥ. നടപടിയെടുക്കാതെ വിദ്യാഭ്യാസ വകുപ്പ്. ചെസ് വനിതാ ലോക ചാമ്പ്യനെ ഇന്നറിയാം. കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ടൈ ബ്രേക്കറിൽ ഏറ്റുമുട്ടും. മത്സരം വൈകിട്ട് 4:35 മുതൽ. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ FIR വിവരങ്ങൾ പുറത്ത്. ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. സിസ്റ്റർ പ്രീതി മേരി 1-ാം പ്രതിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് 2-ാം പ്രതിയുമാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സിസ്റ്റർ പ്രീതിയാണ് കേസിലെ 1-ാം പ്രതി. സിസ്റ്റർ വന്ദന 2-ാം പ്രതിയുമാണ്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4, BNS 143 എന്നീ കുറ്റങ്ങൾ ചുമത്തി 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത്. പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് സംശയിക്കുന്നു. മനുഷ്യക്കടത്തും സംശയിക്കുന്നുവെന്ന് FIR-ൽ പറയുന്നു. വെള്ളിയാഴ്ചയാണ് സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന 2 മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റ് ചെയ്തത്. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ചത്. അതേസമയം ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാകാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കസ്റ്റഡിയിലെടുത്ത ശേഷം ഇവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബന്ധുക്കൾ പരാതിയുമായി സമീപിച്ചുവെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ ക്രൈസ്തവ സംഘടനകളെ കൂടെ നിർത്താൻ BJP ശ്രമിക്കുമ്പോൾ പാർട്ടി ഭരിക്കുന്ന ഛത്തീസ്ഗഡിലുണ്ടായ ഈ സംഭവം ഏത് രീതിയിലാകും ഇനി പ്രതിഫലിക്കുക എന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തിലെ MPമാർ. അതേസമയം പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ആവശ്യം ഇരുസഭകളും തള്ളി. സഭാ കവാടത്തിന് മുന്നിൽ ധർണ നടത്തി പ്രതിപക്ഷ MPമാർ പ്രതിഷേധിച്ചു. കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ നേരിട്ട് ഇടപെടണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്. മനുഷ്യക്കടത്തും മതപരിവർത്തനവും അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ച് പ്രതി ചേർക്കപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചില്ല. രേഖകളെല്ലാം ലഭിച്ച ശേഷമായിരിക്കും ഹർജി നൽകുക.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ CSI സഭ സംഭവത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് CSI മധ്യ കേരള മഹായിടവക ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ പറഞ്ഞു. ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഒരു സഭയും ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നില്ല. കന്യാസ്ത്രീമാരെ അനാവശ്യമായി തുറുങ്കിലടയ്ക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നും ബിഷപ്പ് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ നടന്ന കന്യാസ്ത്രീകളെ അകാരണമായി ജയിലിലടച്ച ആ നടപടിയെ ശക്തമായി അപലപിക്കുക. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഏത് വിശ്വാസത്തെയും പ്രഘോഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. ഒരു കാര്യം വളരെ ഉറപ്പോടെ പറയാം, ഒരു സഭയും ആരെയും നിർബന്ധിച്ച് മതം മാറ്റുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ചില സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ അത് ആളുകളെ അനാവശ്യമായി തുറങ്കിൽ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു പരിശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ കന്യാസ്ത്രീകളെ തുറങ്കിൽ അടച്ച നടപടിയെ ശക്തമായി അപലപിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ അക്കാര്യത്തിൽ ഇടപെടുകയും അതിൽ നിന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, ക്രൈസ്തവ സമൂഹത്തിനാകമാനം ഭയാശങ്കയിൽ നിന്ന് വിടുതൽ നൽകുവാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് എന്നതിൽ സഭ ഉറച്ചു നിൽക്കുന്നു. കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ BJPക്കെതിരെ ഓർത്തഡോക്സ് സഭാരംഗത്ത് ഉത്തരേന്ത്യയിൽ പീഡനവും കേരളത്തിൽ പ്രീണനവുമാണ് BJP നടത്തുന്നതെന്ന് മലങ്കര ഓർത്തഡോക്സ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞു. ഭരണഘടന നൽകുന്ന അവകാശമെങ്കിലും ക്രൈസ്തവർക്ക് നൽകണം. കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ആക്ഷേപങ്ങളിലും അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടായിരിക്കുന്നതായ പോലീസ് നടപടിയിലും മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യാനി സഭയുടെ ശക്തമായ പ്രതിഷേധവും ആശങ്കയും ആമുഖമായി അറിയിക്കുന്നു. തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഈ സിസ്റ്റേഴ്സിൻ്റെ നേരെ, ഈ കന്യാസ്ത്രീകൾക്ക് നേരെ നടത്തിയായ കയ്യേറ്റ ശ്രമം എന്ന് തന്നെ ആക്ഷേപിക്കേണ്ടി വരുന്നു. ശ്രമങ്ങളെ നിയമവാഴ്ച ഇല്ലാത്തൊരവസ്ഥയാണോ ആ സംസ്ഥാനത്തുള്ളതെന്ന് ആശങ്കയോടെ മാത്രമേ കാണുവാനായി സാധിക്കുകയുള്ളൂ. ഉത്തരേന്ത്യയിലെ പീഡനവും ഇങ്ങനെ കേരളത്തിൽ വരുമ്പം പ്രീണനവും എന്ന് പറയുന്നതായ നയം തീർച്ചയായും ആ ഇരട്ടത്താപ്പ് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. മതസ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്കുമെതിരായ പ്രവർത്തനമാണ് ഛത്തീസ്ഗഡിലെ അറസ്റ്റെന്ന് CBC അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. മതസ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ക്രിസ്തുമതത്തെ ഇപ്പോഴും വിദേശ മതമായാണ് കാണുന്നതെന്നും ഇത് വേദനാജനകമാണെന്നും ബിഷപ്പ് പറഞ്ഞു. പിന്നീട് മനസ്സിലാകുന്നു, പ്രത്യേകിച്ചും രണ്ടാമത്തെ FIR കൂടി വന്നു. അത് ആന്റി കൺവേർഷൻ റിലീജിയസ് ആക്ടിന്റെ പേരിൽ, ആന്റി കൺവേർഷൻ ബില്ലിന്റെ പേരിൽ കൂടിയാണ് FIR. ഇതിൽ തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ ഒരു ഭരണഘടന, മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ക്രിസ്ത്യൻ ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ തന്നെ അത് ഒരു കാരണമാക്കി മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ഛത്തീസ്ഗഡില് ഈ പ്രവർത്തിച്ചത് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മതസ്വാതന്ത്ര്യത്തിന്. കന്യാസ്ത്രീകൾ പ്രതിയാക്കപ്പെട്ട സംഭവത്തിൽ BJP സംഘം ഛത്തീസ്ഗഡിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് പറഞ്ഞു. നീതിയുക്തമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള സംഘം നാളെ ഛത്തീസ്ഗഡിലെത്തും. ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാൽ നിയമം വഴിയേ മറ്റ് നടപടികൾ നടക്കുമെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു. ആ വിഷയമുണ്ടായ ഉടൻ തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായിട്ടും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് അടിയന്തരമായിട്ട് ബന്ധപ്പെടുകയും നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം ഈ കേസിൽ അവിടെ ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അതുപ്രകാരം അന്വേഷണം നന്നായിട്ട് നടക്കുന്നു. യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും വിധേയമാകാതെ
നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം അവിടെ ഉറപ്പുവരുത്താൻ BJP സംസ്ഥാന ഘടകത്തിന് സാധിച്ചു. അവിടെ നിന്നും ഇടപെടാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് ഈ രണ്ട് സിസ്റ്റർമാർക്ക് നീതി ലഭ്യമാക്കാൻ എന്തു ചെയ്യണോ അതെല്ലാം BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖറും പാർട്ടിയുടെ കേന്ദ്ര ഘടകവും നീതി ലഭ്യമാക്കാൻ അവർ നിരപരാധികളാണ് എങ്കിൽ അവർക്ക് ഇനിയും ഈ വിഷയത്തിൽ ദുരിതം അനുഭവിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വേണോ അതെല്ലാം BJP സംസ്ഥാന കേന്ദ്ര ഘടകങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി, 2 അല്ല ഇന്ന് 3-ാമത്തെ ദിവസം, 3 ദിവസമായി ഞങ്ങൾ നിരന്തരമായി അവിടുത്തെ കോൺഗ്രിഗേഷനുമായി ബന്ധപ്പെട്ടും ഇവിടെ സിസ്റ്റർമാരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെട്ടും കേന്ദ്ര ആഭ്യന്തര വകുപ്പും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് ഉടൻ തന്നെ അവർക്ക് നീതി ലഭ്യമാക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയത്തിൽ ബിഷപ്പുമാരെ വിമർശിച്ച മന്ത്രി വി ശിവൻകുട്ടി സഭയുടെ പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതുകയും അരമനയ്ക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല. പ്രധാനമന്ത്രിയോട് പരാതി പറയാൻ തിരുമേനിമാർ ധൈര്യം കാണിക്കുന്നില്ല. 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടും ഒരു തിരുമേനിയുടെയും പ്രതിഷേധം കണ്ടില്ല. എല്ലാവരും സ്ഥാനങ്ങൾ ഉറപ്പിച്ച് മുന്നോട്ട് പോകുകയാണെന്നും മന്ത്രി ശിവൻകുട്ടി ആരോപിച്ചു. കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വീരയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുന്നു. രാജ്യത്താകെ ഹിന്ദു മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലുള്ള മതത്തിൽപ്പെട്ടവരെയും അവരെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തെ ഉപയോഗിച്ച് സംഘപരിവാർ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടത്തുന്ന രാജ്യവ്യാപക അതിക്രമങ്ങളുടെ മറ്റൊരുദാഹരണമാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റെന്ന് മന്ത്രി MP രാജേഷ്. സംഘപരിവാർ വേദഗ്രന്ഥത്തിൽ ക്രൈസ്തവരെ ആഭ്യന്തര ശത്രുക്കൾ എന്നാണ് ഗോൾവൽക്കർ പറയുന്നത്. ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ കഴിയൂ, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല എന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംഘപരിവാർ ഭരണകൂടത്തെ ഉപയോഗിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന അതിക്രമങ്ങളുടെ അടിച്ചമർത്തലുകളുടെ മറ്റൊരു ഉദാഹരണമാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സംഘപരിവാറിൻ്റെ വേദഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കാവുന്ന അവരുടെ പ്രാമാണികമായ ഗ്രന്ഥമായിട്ടുള്ള വിചാരധാരയിൽ അവരുടെ ആചാര്യൻ ഗോൾവാൾക്കർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 3 ആഭ്യന്തര ശത്രുക്കളാണ് തങ്ങൾക്കുള്ളത് എന്ന്. അതിൽ 1 കമ്മ്യൂണിസ്റ്റുകാർ, 2 മുസ്ലിങ്ങൾ, 3 ക്രൈസ്തവർ. ഇതിനെ 3നെയും ആഭ്യന്തര ശത്രുക്കളായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളവരാണ് സംഘപരിവാർ. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ കുടുംബത്തെ മന്ത്രിമാരായ P രാജീവും റോഷി അഗസ്റ്റിനും സന്ദർശിച്ചു. അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലാണ് മന്ത്രിമാർ എത്തിയത്. അങ്കമാലി കണ്ണൂർ സ്വദേശിനികളായ വന്ദന, പ്രീതി എന്നിവർ റിമാൻഡിലാണ്. കന്യാസ്ത്രീകൾക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കുടുംബം പറഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ ക്രിസ്ത്യാനികളാണെന്നും മാതാപിതാക്കളുടെ പൂർണ്ണ അനുവാദത്തോടെയാണ് കുട്ടികൾ പോയതെന്നും സിസ്റ്റർ പ്രീതിയുടെ കുടുംബം പറഞ്ഞു. ശരിയായിട്ടുള്ള കാര്യം കൂടി നോക്കാൻ ഇവിടുത്തെ പോലീസ് കൂടി നോക്കും. അവരൊരു പോയതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഹലോ സിസ്റ്റർ, ഇപ്പൊ കേൾക്കാം. കേരളത്തിൽ അരമനകളിൽ കയറിയിറങ്ങി അവരെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന BJP വടക്കേ ഇന്ത്യയിൽ അവരെ അടിച്ചമർത്തുന്നുവെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. BJPക്ക് വടക്കേ ഇന്ത്യയിൽ ഒരു നയം, ഇവിടെ വേറൊരു നയം. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. ഭരണഘടനയെ തന്നെ തുറുങ്കിലടയ്ക്കുന്നതാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലൂടെ സംഭവിച്ചതെന്നും രമേശ് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. അവിടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർ അവിടെ പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യക്കടത്തും അവർ നടത്തുന്നില്ല. വാസ്തവത്തിൽ അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഈ കന്യാസ്ത്രീ അമ്മമാരെ, അവരെ അറസ്റ്റ് ചെയ്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ ഏത് മതപരിവർത്തനമാണ് നടത്തുന്നത്? അവിടെ ഏത് കുട്ടികളെയാണ് കടത്തിക്കൊണ്ട് പോയത്? ആ വീട്ടുകാരുടെ അനുവാദത്തോടെയല്ലേ പോയത്? അച്ഛനമ്മമാർ സമ്മതിച്ചിട്ടല്ലേ അവരെ കൊണ്ടുപോയത്?
അപ്പോൾ ഈ നടപടി അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ്. ഇതിനെതിരായി കേരളം ഒരുമിച്ച് നിൽക്കണം, ഇന്ത്യ ഒരുമിച്ച് നിൽക്കണം. മതേതരത്വത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണിത്. ഭരണഘടനയെ തന്നെ തടങ്കലിലാക്കുന്ന നടപടിയാണിത്. തിരുവനന്തപുരം DCC അധ്യക്ഷനായിരുന്ന പാലോട് രവിയുടെ ഫോൺ സംഭാഷണം ചോർന്ന വിഷയത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അന്വേഷണ ചുമതല. KPCC അച്ചടക്ക സമിതി അധ്യക്ഷനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഫോൺ ചോർച്ചയുടെ ഗൂഢാലോചനയടക്കമുള്ള മുഴുവൻ വിവരങ്ങളും അന്വേഷിക്കുവാനാണ് KPCCയുടെ നിർദ്ദേശം. അതേസമയം തിരുവനന്തപുരം DCC താൽക്കാലിക അധ്യക്ഷനായി N ശക്തൻ ഇന്ന് ചുമതലയേറ്റു. പാലോട് രവിയുടെ ഫോൺ സംഭാഷണം സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് KPCCയിൽ നിന്ന് ആവശ്യം അറിയിച്ചിട്ടുണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. കോൺഗ്രസിൽ തമ്മിലടി ഏറ്റവും കുറഞ്ഞ ഒരു കാലഘട്ടമാണിത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് പരിഹാരം കാണാൻ ശക്തമായ ഒരു നേതൃത്വം KPCCക്കുണ്ട്. ജനാഭിപ്രായം UDFന് അനുകൂലമാണെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പറഞ്ഞു. ഞാൻ പ്രതികരിക്കും. അതിനു മുമ്പ് പ്രതികരിച്ചാൽ അത് ശരിയാവില്ല. ഞാനത് നോക്കട്ടെ, മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയതിന് ശേഷം നിങ്ങളോട് പറയുകയും ചെയ്യാം. അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെട്ട ഞാൻ അതിൻ്റെ ഒരു കാര്യം പോലും നോക്കാതെ ഒരു കമൻറ്റ് നടത്തുന്നത് ശരിയല്ലല്ലോ. ഞാനപ്പോൾ പരിശോധിച്ചു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു നീതിബോധവും നീതിപൂർവമായിട്ടുള്ള തീരുമാനമേ ഉണ്ടാവൂ. പാർട്ടിക്കകത്തെ പാർട്ടി പ്രവർത്തകർക്ക് അവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം ഉണ്ടാവില്ല. ശരാശരി പ്രവർത്തകൻ, പാർട്ടി സ്പിരിറ്റുള്ള ആളുകൾ. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രശ്നങ്ങളും എന്താണ് എന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനം അറിയിക്കും. തിരുവനന്തപുരം DCC അധ്യക്ഷനായി N ശക്തൻ ചുമതലയേറ്റു. മുൻ അധ്യക്ഷൻ പാലോട് രവിയിൽ നിന്നാണ് ചുമതല ഏറ്റുവാങ്ങിയത്. DCCയിൽ നടന്ന ചടങ്ങിൽ മുൻമന്ത്രി VS ശിവകുമാർ, നെയ്യാറ്റിൻകര സനൽ, MA വാഹിദ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. രാജിക്ക് ശേഷം ആദ്യമായാണ് പാലോട് രവി DCC ഓഫീസിൽ എത്തിയത്. ഫോൺ സംഭാഷണം ചോർന്നതിൽ ഗൂഢാലോചന സംശയിക്കുന്നില്ല എന്നും പാർട്ടി അന്വേഷിക്കുന്നുണ്ട് എന്നും പാലോട് രവി പ്രതികരിച്ചു. എപ്പോഴും അച്ചടി ഭാഷയിൽ താഴെ തട്ടിൽ സംസാരിക്കാനാകില്ല. മഹത് വചനങ്ങൾക്ക് ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകണമെന്നാണ് പാലോട് രവിയുടെ വിശദീകരണം. അതേസമയം ശാസനരൂപത്തിൽ വന്ന ഉപദേശമാണ് ഫോൺ സംഭാഷണത്തിലെന്ന് N ശക്തനും ന്യായീകരിച്ചു. DCC പ്രസിഡന്റ് ഉത്തരവാദിത്വമാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തനം ശക്തമാക്കേണ്ടതിന്. ആരെങ്കിലും എതിരായി നിൽക്കുന്നുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസത്തിലൂടെ ആരെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ അവരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു DCC പ്രസിഡന്റ് ഉത്തരവാദിത്വമാണ്. അത് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അത് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിച്ച ചില വാക്കുകൾ, അത് നമ്മളെല്ലാം മനുഷ്യരല്ലേ. ഞാൻ ഒരു 55 വർഷം കൊണ്ട് ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ആരെങ്കിലും ഗൂഢാലോചന കൂടിയിട്ടാണ് ഒരു പ്രവർത്തകനോട് പ്രവർത്തകനല്ല, ബ്ലോക്കിൻ്റെ സെക്രട്ടറിയാണ്. ബ്ലോക്കിൻ്റെ സെക്രട്ടറിയോടാണ് DC പ്രസിഡന്റ് സംസാരിക്കുന്നത്. അത് ചോർന്നത് എങ്ങനെ? ആ ചോർന്നതിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങളതാണ്. സ്വാഭാവികമായും അതിനകത്ത് വലിയ ഗൂഢാലോചന നടന്നു എന്നുള്ളതല്ല. അത് പാർട്ടി അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞു. പാർട്ടി അന്വേഷിക്കും. ആ പാർട്ടി അന്വേഷിക്കുന്ന ഫൈൻഡിങ്സ് എന്താണോ അത് കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ശക്തമായ മുന്നൊരുക്ക പ്രവർത്തനം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയെയും UDFനെയും തിരുവനന്തപുരം ജില്ലയിൽ വൻ വിജയമുണ്ടാക്കുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മദ്വചനങ്ങൾക്കും ആർദ്രവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകൂ എന്നൊരു വലിയ വരിയുണ്ട്. ഈ ജില്ലയിൽ അത്യാവശ്യമായി സംഘടനാ പ്രവർത്തനങ്ങളിൽ നമുക്കറിയാം, വളരെ താഴെ തട്ടിലേക്ക് പോകുമ്പോൾ അച്ചടിച്ച ഭാഷയിലൊന്നും താഴെ തട്ടി സംസാരിക്കാൻ നോക്കില്ല. നമുക്ക് വളരെ എങ്ങനെയെങ്കിലും ഈ സംഘടന ഇന്ന് കാണുന്ന ഈ ശക്തി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആവേശത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ശക്തൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ഈ ജില്ലയിലെ എല്ലാ പ്രവർത്തകരും ശക്തൻ്റെ പ്രവർത്തനത്തിന്. കാരണം ഈ ജില്ലയെ അറിയാം, ഈ ജില്ലയിലെ നേതാക്കളെയും പ്രവർത്തകരെയും അറിയാം. വാർത്തയിലേക്കാണ്. കൂട്ടക്കൊലകൾ നടത്തി കുഴിച്ചുമൂടിയെന്ന് പറയപ്പെടുന്ന ദക്ഷിണ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ പരിശോധന തുടങ്ങി അന്വേഷണ സംഘം. SIT സംഘം നേത്രാവതി പുഴയോരത്തെത്തി. ശുചീകരണ തൊഴിലാളിയുമായി നേത്രാവതി സ്നാനഘട്ടിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി 20 വർഷത്തിനുള്ളിൽ കാണാതായവരുടെ പട്ടിക പ്രത്യേകം അന്വേഷണ സംഘം തയ്യാറാക്കും. ദുരൂഹ മരണങ്ങളുടെയും അജ്ഞാത മൃതദേഹങ്ങളുടെയും കണക്കെടുക്കും. ആദ്യഘട്ടത്തിൽ മണ്ണിനടിയിൽ മൃതദേഹങ്ങളുണ്ടോ എന്ന് GPR ഉപയോഗിച്ച് പരിശോധിക്കും. അതേസമയം കനത്ത സുരക്ഷയാണ് വെൽത്തങ്ങാടി
പരിപാടി SIT ക്യാമ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 DAR ടീമുകളെ ക്യാമ്പിന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. 2 വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം SIT ക്യാമ്പിലുണ്ട്. ഇന്നലെ ശുചീകരണ തൊഴിലാളിയുടെ 2ാം ദിവസത്തെ മൊഴിയെടുപ്പ് 8 മണിക്കൂർ വരെ നീണ്ടിരുന്നു. ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടുന്നതിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ വഴി തെറ്റി നടന്നു പോകുന്നതാണ് ദൃശ്യത്തിലുള്ളത്. രാവിലെ 5:55 ദൃശ്യങ്ങൾ ജയിൽ CCTVയിലാണ് പതിഞ്ഞത്. കൈ മറച്ച് സാധാരണ പോലെ ദേശീയപാതയിലൂടെ നടന്നു പോകുന്നതാണ് ദൃശ്യങ്ങൾ. ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങളില്ലാത്തത് കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാഴ്ച പരിമിതിയുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. 10ാം ക്ലാസ് വരെ സ്വതന്ത്രമായി പഠിച്ചിരുന്ന ഇവർ ഹയർ സെക്കൻഡറി എത്തിയപ്പോൾ പഠനത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ട സ്ഥിതിയിലാണ്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉൾപ്പെടെ ഇവർ കത്ത് നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജിന് ചുറ്റുമായി 2 കിലോമീറ്റർ ഉലാത്തലോടെയാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുക. ഈ പ്രഭാത സവാരി വേളയിൽ ഞാൻ അന്നത്തേക്കുള്ള ഒരു പൊതുപരിപാടി തയ്യാറാക്കും. 10ാം ക്ലാസ് വരെ ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ ലഭിച്ചിരുന്നത് കൊണ്ട് തന്നെ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ആരുടെയും സഹായമില്ലാതെ സ്വതന്ത്രമായി പഠിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഹയർ സെക്കൻഡറിയിലെ അവസ്ഥ അതല്ല. ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ ഇല്ലാത്തതാണ് ഇവർക്ക് പ്രതിസന്ധിയാകുന്നത്. പാഠപുസ്തകങ്ങളില്ലാത്തതിനാൽ പഠിക്കാൻ വളരെ പ്രയാസമാണെന്ന് വിദ്യാർത്ഥി ആയിഷ സമീഹ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ഇങ്ങനെ ബ്രെയിൽ ടെക്സ്റ്റ് ബുക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഹയർ സെക്കൻഡറി മുതൽ അങ്ങനെ ബ്രെയിൽ പുസ്തകം അവൈലബിൾ അല്ല. അതുകൊണ്ട് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഈ PDF ഒക്കെ നോക്കിയിട്ട് ആരെങ്കിലും വായിച്ച് തന്നിട്ട് അതൊക്കെ എഴുതിയെടുത്തിട്ടാണ് പഠിക്കാറ്. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് അതും നടക്കില്ല. കാരണം സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവില്ല ഇത് വായിച്ചു തരാൻ. അപ്പോൾ പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഓർബിറ്റ് റീഡർ ഉപയോഗിച്ചാണ് ആയിഷ നോട്ടുകൾ ടൈപ്പ് ചെയ്യുന്നത്. Constitution means is a body of written or unwritten rules and regulations which regulates the functioning of government. എന്നാൽ കാഴ്ച പരിമിതിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഓർബിറ്റ് റീഡർ ഉപയോഗിക്കാൻ അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് 1ാം ക്ലാസ് മുതൽ ഓർബിറ്റ് റീഡർ പരിശീലനം നൽകി അതോടൊപ്പം അവ സൗജന്യമായി നൽകിയാൽ അവർക്കത് വളരെ ഉപകാരമാകുമെന്ന് ആയിഷയുടെ പിതാവ് പറഞ്ഞു. +2 ഇതുവരെ നിലവിൽ പുസ്തകം അടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ മുമ്പ് പഠിച്ച കുട്ടികൾക്കൊന്നും കിട്ടിയിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിക്കും നമ്മളെ സ്ഥലം MLAക്കൊക്കെ ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 40-45 ദിവസത്തോളം ഇതുവരെ അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ ഓർബിറ്റ് റീഡർ എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിൽ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അത് നമ്മൾ മദ്രാസിൽ ഇവിടെ കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പോൾ അവർ പരിചയപ്പെടുത്തി തന്നൊരു സാറിനാണ് ഓർബിറ്റ് റീഡർ. അത് വെച്ചിട്ടാണ് അവരിപ്പോൾ എഴുതിയെടുക്കുന്നത്. ശരിക്കും 1ാം ക്ലാസ് മുതൽ ഇവിടുത്തെ സർക്കാർ എല്ലാ കുട്ടികൾക്കും അത് സൗജന്യമായിട്ട് നൽകുകയെന്നുണ്ടെങ്കിൽ ഈ ബ്രെയിൽ പുസ്തകത്തിൻ്റെ പ്രശ്നവും ഉണ്ടാവില്ല. അത് കുട്ടികൾക്കും സുഖമാണ്, സർക്കാരിനും സുഖമായിട്ട് മാറും. പഠനോപകരണങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ആയിഷയെ പോലുള്ള വിദ്യാർത്ഥികൾക്ക് അത് വലിയ മാനസിക പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും സ്ഥലം MLA കൂടിയായ മന്ത്രി PA മുഹമ്മദ് റിയാസിനും ഉൾപ്പെടെ കത്തു നൽകി നടപടിക്കായി കാത്തിരിക്കുകയാണിവർ. അമൃത ന്യൂസ്, കോഴിക്കോട്. വഞ്ചനാ കേസിൽ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട നടൻ നിവിൻ പോളിക്ക് പോലീസ് നോട്ടീസ് നൽകി. നിവിൻ പോളിയുടെയും സംവിധായകൻ എബ്രിഡ് ഷൈൻ്റെയും മൊഴി രേഖപ്പെടുത്തും. തലയോലപ്പറമ്പ് സ്വദേശിയായ നിർമ്മാതാവ് ഷംനാസ് നൽകിയ പരാതിയിലാണ് നടപടി. ആക്ഷൻ ഹീറോ ബിജു ഭാഗം 2 സിനിമയുടെ വിതരണാവകാശവുമായി ബന്ധപ്പെട്ട കരാർ ലംഘിച്ചുവെന്നാണ് പരാതി. രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 1.90 കോടി രൂപ നഷ്ടപ്പെട്ടുവെന്നാണ് ഷംനാസ് പരാതി നൽകിയിരുന്നത്. ഷംനാസിന്റെ നിർമ്മാണ കമ്പനിയുമായുള്ള കരാർ മറച്ചുവെച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് അവകാശം വിറ്റുവെന്നും അങ്ങനെ ഈ തുക തനിക്ക് നഷ്ടമുണ്ടായി എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഷംനാസ് കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്ന് കേസെടുക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു.
തെരുവുനായ ആക്രമണത്തിൽ സ്വമേധയാ ഇടപെട്ട സുപ്രീം കോടതി തെരുവുനായ്ക്കളുടെ കടിയേറ്റുള്ള പേ വിഷബാധയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പ്രായമായവരും കുട്ടികളുമാണ്. വിഷയം അങ്ങേയറ്റം അസ്വസ്ഥതപ്പെടുത്തുന്നതെന്ന് ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് ആശങ്ക രേഖപ്പെടുത്തി. ഈ വിഷയത്തിൽ ഉചിതമായ നിർദ്ദേശങ്ങൾക്കായി കേസ് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ പരിഗണനയ്ക്ക് വയ്ക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. ജോർജിയയിലെ ബാത്തുമിയിൽ തുടരുന്ന ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് ജേതാവിനെ ഇന്നറിയാം. ഫൈനലിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖുമാണ് ഏറ്റുമുട്ടുന്നത്. റാപ്പിഡ് ടൈ ബ്രേക്കറിൽ ഫലം കണ്ടില്ല എങ്കിൽ ബ്ലിറ്റ്സ് ആർമഗഡൺ മത്സരങ്ങൾ നടത്തി വിജയിയെ നിശ്ചയിക്കും. ഇരുവർക്കും 15 മിനിറ്റും ഓരോ ഗെയിമിനും 10 സെക്കൻഡ് അധികവുമുള്ള 2 റാപ്പിഡ് ഗെയിമുകളാണ് ഉള്ളത്. വീണ്ടും സ്കോർ തുല്യമായാൽ ഇരുവർക്കും 5 മിനിറ്റും ഓരോ നീക്കത്തിന് 3 സെക്കൻഡ് അധികവുമുള്ള 2 ബ്ലിറ്റ്സ് ഗെയിമുകളുമുണ്ട്. വീണ്ടും സ്കോർ തുല്യമായാൽ ഇരുവർക്കും 3 മിനിറ്റും ഓരോ നീക്കത്തിനും 2 സെക്കൻഡ് അധികവുമുള്ള ഓരോ ഗെയിം വിജയിയെ കണ്ടെത്തുന്നതുവരെ തുടരും. നിലവിൽ കളിച്ച 2 മത്സരങ്ങളും സമനിലയിലായതോടെ ഇരുവർക്കും ഓരോ പോയിന്റ് വീതം ഉണ്ട്. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.